ഹായ്, ഇന്ന് സംസാരിക്കുന്നത് ദൈവവിശ്വാസത്തെക്കുറിച്ചാണ്. അതായത് ദൈവത്തിൽ വിശ്വസിക്കാൻ എന്തെങ്കിലും ലോജിക്കലായ റീസൺ ഉണ്ടോ? വേറെ പല കാരണങ്ങൾ വേണം. ലോജിക്കലായിട്ട് എന്തെങ്കിലും കാരണം ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് വേണം എങ്കിലും ഉണ്ടോ? വേണോ? നല്ല ഉണ്ടോ? ഞാൻ വിചാരിക്കുന്നത് ഇല്ലെന്നാണ്. ഓക്കെ, ഓരോ ഓരോ റീസണായിട്ട് നമുക്ക് എടുക്കാം. ആദ്യത്തെ ചോദ്യം, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? പ്രപഞ്ചം ഉണ്ടാക്കുന്ന ഒരാൾ വേണ്ടേ? ഇത്രയും കോംപ്ലക്സ് ആയിട്ട് പ്രപഞ്ചം ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ശക്തി വേണം. ഇല്ലാതെ ഈ പ്രപഞ്ചം തന്നെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ട് തോന്നുന്ന കാര്യമാണ്. ശരിയാണ്, ആരെങ്കിലും ഒരാൾ വേണം. പക്ഷേ ദൈവത്തെ ആ പൊസിഷനിൽ കൊണ്ട് വെച്ചാലും നമ്മുടെ ചോദ്യം ഒരു അടി പിറകിലോട്ട് മാറുന്നതല്ലാതെ അതിന് ഉത്തരം കിട്ടുന്നില്ല. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അപ്പോൾ ദൈവത്തെ ആരുണ്ടാക്കി? ഇത്രയും ബൃഹത്തായി, ഇത്രയും വലിയ, ഇത്രയും കോംപ്ലക്സ് ആയ ലോകം ഉണ്ടാക്കാൻ ദൈവം വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി ദൈവം എത്രയോ കോംപ്ലക്സ് ആയിരിക്കും. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ കോംപ്ലക്സിറ്റിയെ വലിയൊരു കോംപ്ലക്സിറ്റി വെച്ച് എന്താ പറയുക, ക്യാൻസൽ ചെയ്യാൻ നോക്കുന്നവരുണ്ട്. വലിയ ചോദ്യം എപ്പോഴും ബാക്കി കിടക്കും. ഇതല്ലാതെ വേറൊരു ഉത്തരവുണ്ട്. പ്രപഞ്ചം എല്ലാ കാലവും ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ കാലം ഇൻ ദ സെൻസ് പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഫോമിൽ അല്ലെങ്കിൽ വേറൊരു ഫോമിൽ പ്രപഞ്ചം എന്നും ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഉള്ളത് ഇല്ലാതാക്കാനോ ഇല്ലാത്തത് ഉണ്ടാക്കാനോ കഴിയില്ല. ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കാൻ ഒരാളില്ല, മനസ്സിലായോ? സൃഷ്ടി ഉള്ളിടത്തല്ലേ സൃഷ്ടാവിൻ്റെ ആവശ്യമുള്ളൂ. പ്രപഞ്ചം ഇന്നും ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ ഒരാളുടെ ആവശ്യമില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് വിശ്വാസികൾ പൊതുവെ കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ദൈവം എല്ലാ കാലവും ഉണ്ട്. ആ ക്വാളിറ്റി ഞാൻ കൊടുക്കുന്നത് പ്രപഞ്ചത്തിനാന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കും. ഉണ്ടാക്കാൻ ആരുടെയും ആവശ്യമില്ല. വേറൊരു ചോദ്യമാണ് ഡിസൈനിങ്. അതായത് നമ്മൾ ഓരോ വസ്തുക്കൾ എടുത്ത് നോക്കിയാൽ, ഏത് ചെറിയ സാധനം എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സൂക്ഷ്മമായ പരിപാടികൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ടെക്നോളജി എന്ന് വേണം പറയാം. അത് അല്ലെങ്കിൽ നമ്മുടെ സെല്ല് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത്, പ്രകൃതി വർക്ക് ചെയ്യുന്നത്, കാലങ്ങൾ മാറി മാറി വരുന്നത്, സൂര്യചന്ദ്ര ഭ്രമണങ്ങൾ, ഇതെല്ലാം നോക്കുമ്പോൾ ഒരു പാറ്റേണോ എന്തോ ഒരു ഡിസൈനിങ് നമുക്ക് തോന്നും. കാരണം ഇത് വളരെ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇത്രയും കോംപ്ലക്സിറ്റി തന്നെ ഉണ്ടാവുമോ? നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ വേറൊരു വകഭേദം എന്നാണ് പറയാം. അപ്പം ഇത്രയും കോംപ്ലക്സ് ആയൊരു സാധനം വെറുതെ ആരും ഡിസൈൻ ചെയ്യാതെ ഉണ്ടാകുമോ? നല്ലൊരു ചോദ്യമാണ്. പക്ഷേ നമ്മൾ ഈ ഡിസൈനിൻ്റെ ഉള്ളിലേക്ക് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഡിസൈനുകൾ കുറേ ഫോൾട്ടുകൾ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് പറയാം, ഏതാണ്ട് പ്രപഞ്ചം ഉണ്ടായിട്ട് 13.5 ബില്യൺ 13.85 ഇത്രയും ബില്യൺ ഇയേഴ്സ്, 13 ബില്യൺ ഇയേഴ്സ്. പക്ഷേ പ്രപഞ്ചം ഉണ്ടായിട്ട് 13.5 ബില്യൺ ആയെങ്കിൽ നമ്മുടെ ലോകം ഭൂമി ഉണ്ടായിട്ട് ഏതാണ്ട് 4.5 ബില്യൺ ആയുള്ളൂ. അതായത് പ്രപഞ്ചം ഉണ്ടായി 10 ബില്യണോളം കഴിഞ്ഞാണ് ഭൂമി ഉണ്ടാകുന്നത്. ഇനി അത് കഴിഞ്ഞ് മനുഷ്യരുണ്ടാകുന്നത്, അതും മനുഷ്യരുണ്ടായിട്ട്, അതായത് നമ്മുടെ ഹോമോസേപ്പിയൻസ് ഏതാണ്ട് ഏറ്റവും ബാക്കിലോട്ട് പോയ 2-2.5 ലക്ഷം വർഷം മുമ്പ് വരെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇന്റലിജന്റ് ഡിസൈൻ ആണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ലേറ്റ് ആയി വരാൻ? മനുഷ്യകുലം പ്രപഞ്ചത്തിൽ ഉണ്ടാകാൻ എന്തുകൊണ്ട് ഇത്രയും ലേറ്റ് ആയി? ഒരു ഇന്റലിജന്റ് ഡിസൈൻ ആണെങ്കിൽ ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ വരണം, വളരെ വളരെ പെട്ടെന്ന് വരണം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അത് തന്നെ ഒരു ഇന്റലിജന്റ് ഡിസൈനിന്റെ എതിരെയുള്ളൊരു വാദമാണ്. മാത്രമല്ല, പ്രപഞ്ചം മുഴുവൻ നോക്കിയാൽ മതി, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയ പ്രപഞ്ചത്തിൽ ഭൂമിയുടെ വലിപ്പത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സൂര്യന്റെ വലിപ്പത്തിലാണ്. സൂര്യനും ഭൂമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിപ്പമൊക്കെ ഭയങ്കര. ഉദാഹരണത്തിന് ഏതാണ്ട് 13 ലക്ഷം ഭൂമിയുടെ വലിപ്പമുണ്ട്, മാസമുണ്ട്, മാസമില്ല വലിപ്പം ഉണ്ട്. ഓക്കെ, 13 ലക്ഷം ഭൂമിയുടെ വലിപ്പമുണ്ട് എന്തിന്? സൂര്യന്. അതായത് ഇന്റലിജന്റ് ഡിസൈൻ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയ സൂര്യന്റെ ആവശ്യം. നല്ല ഒരു ഇന്റലിജന്റ് ഡിസൈനർ ആണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണിത്. അപ്പോൾ ഇന്റലിജന്റ് ഡിസൈനെയും നമുക്ക് ഈ രീതിയിൽ തള്ളിക്കളയാം. പക്ഷേ ഇതിനേക്കാളൊക്കെ ഈ ആർഗ്യുമെന്റുകളെ കാട്ടിയൊക്കെ എന്നെ പേഴ്സണലി എനിക്ക് ദൈവമില്ലെന്ന് തോന്നാനുള്ള ഏറ്റവും വലിയ റീസണുകളിലൊന്ന് ആർഗ്യുമെന്റ് ഫ്രം ഈവിൾ എന്ന് പറയും. അതായത് ഈ പ്രപഞ്ചത്തിൽ ഈവിൾ ഉണ്ട്, അല്ലെങ്കിൽ സഫറിങ് ഉണ്ട്, വേദനയുണ്ട്. ഇതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ദൈവം എന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് സാധാരണ നമ്മുടെ ഇവിടെയുള്ള മതവിശ്വാസികൾ വിശ്വസിക്കുന്ന പോലെ സർവ്വശക്തനും സർവ്വജ്ഞാനിയും സർവോപരി നല്ലവനുമായ ഒരു ദൈവത്തെ കുറിച്ചാണ്. ഈ 3 ക്വാളിറ്റി, വേറെ കുറേ ക്വാളിറ്റി ഉണ്ട്, ഇത് ബേസ് ആയിട്ട് എടുക്കുക. അതായത് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഈ 3 ക്വാളിറ്റിയും ഉള്ള കാരുണ്യവാനായ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഭൂമിയിൽ ഈവിൾ ഉണ്ടാകുന്നു? അതായത് എന്തുകൊണ്ട് ഇവിടെ സഫറിങ് ഉണ്ടാകുന്നു? ഉദാഹരണത്തിന് ബോൺ ക്യാൻസർ ഉള്ള കുഞ്ഞുങ്ങളുണ്ട്, യുദ്ധത്തിലൊക്കെ പെട്ട് മരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. വൈ ഈവിൾ എക്സിസ്റ്റ്? മറുപടിയായിട്ട് പറഞ്ഞ ഫ്രീ വില്ല് വാദമാണ്. അതായത് ഈ ഈവിളെല്ലാം കാരണം മനുഷ്യന്റെ ആർത്തിയോ മനുഷ്യന്റെ ദുരാഗ്രഹമോ മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. കാരണം ഓക്കെ, വേണമെങ്കിൽ ടെക്നിക്കലി പറയുവാണെങ്കിൽ ഓക്കെ, ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ക്യാൻസർ വരുന്നതൊക്കെ മനുഷ്യന്റെ
എന്താ പറയുക ഭൂമിയോടുള്ള ചൂഷണം കാരണം സംഭവിക്കുന്നതാണെന്നൊക്കെ വേണേൽ പറഞ്ഞു. പക്ഷേ വാട്ട് അബൌട്ട് സുനാമി പോലുള്ള അല്ലെങ്കിൽ ഭൂമി കുലുക്കം പോലുള്ള മനുഷ്യൻ ഇടപെടില്ലാത്ത കാര്യങ്ങൾ? ഇപ്പോൾ വേണ്ട, മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഡിനോസറുകൾ ഉണ്ടായിരുന്നു. ആ ഡിനോസറുകൾ ഒരു ഉൽക്ക വന്ന് വീണാണ് വംശനാശം സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആനിമൽസ് ഉണ്ടാകുന്ന സഫറിങ്, മനുഷ്യൻ വരുന്നതിനും എത്രയോ മുമ്പ് ആനിമൽസിന് ഉണ്ടാകുന്ന സഫറിങ്, അതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ആനിമൽ സഫറിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സത്യത്തിൽ എന്താ പറയുന്നത്, വിശ്വാസികൾക്ക് പറ്റാറില്ല. പൊതുവേ അവർ എടുക്കുന്ന റൂട്ട് ആനിമൽസിന് പെയിൻ അറിയില്ല എന്ന റൂട്ട് എടുക്കാറുണ്ട്. പക്ഷേ അത് അല്ലാന്ന് ഞാൻ കരുതുന്നില്ല. ആനിമൽ സഫറിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ദൈവവിശ്വാസത്തിന് പറ്റുന്നില്ല. പിന്നെ ഈ സഫറിങ് കാരണം അവർ ഈ സഫറിങ്ങിന് അവർ കൊടുക്കുന്ന വേറെ എക്സ്പ്ലനേഷൻ ആണ് ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയും. അതായത് ഉദാഹരണത്തിന് ജിമ്മിൽ പോയാൽ നമുക്ക് എന്താ പറയുക മസിൽ വരും. കാരണം ഇത്രയും പെയിൻ ആവശ്യമാണ് എന്തിന്, ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ. അപ്പോൾ ഈ സഫറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വാദമുണ്ട്. ഇവിടെയും നമുക്ക് കുറേ എക്സാമ്പിൾസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അതായത് ജീവിതത്തിലെ ദുരിതം കാരണം സമനില തന്നെ തെറ്റിപ്പോകുന്ന മനുഷ്യരുണ്ട്. അവർക്ക് എന്ത് ക്യാരക്ടറാണ് ബിൽഡാകുന്നത്? ഒരു രക്ഷയില്ലല്ലോ. ക്യാരക്ടർ ബിൽഡാകാൻ വേണ്ടി, അതായത് സുഖപ്പെടുത്താനായി മുറപ്പെടുത്തുന്നതാണ് ദൈവം എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ വാദവും നിലനിൽക്കില്ല. ആർഗ്യുമെന്റ് ഫ്രം ഈവിൾ പറയുന്നത് ഇതാണ്: ലോകത്ത് ഈവിൾ നിലനിൽക്കുന്നുണ്ട്, ദൈവം സർവശക്തനാണെങ്കിൽ എന്തുകൊണ്ട് ഈവിൾ തടയുന്നില്ല? പിന്നെ ഈ ഈവിളിനെ എക്സ്പ്ലനേഷൻ ആയിട്ട് വിശ്വാസികൾ പറയുന്നതാണ് ഇതൊരു പരീക്ഷണമാണ്, ദൈവത്തിന്റെ പരീക്ഷണമാണ് ഈ ലോകം ഒന്നുമല്ല, വേറൊരു ലോകം വരാനുണ്ട്. അപ്പം അവിടേക്കുള്ള പരീക്ഷണം മാത്രമാണിത്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കണ്ട, ഇതൊക്കെ ദൈവത്തിന്റെ മഹത്തായ ഒരു പദ്ധതിയിൽപ്പെട്ടൊരു കാര്യമാണ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ പരീക്ഷണം എന്ന സാധനത്തിനൊരു കുഴപ്പമുണ്ട്. ദൈവം ത്രികാലജ്ഞാനിയാണല്ലോ, അതായത് എല്ലാ കാലം അറിയാം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, ഇതെല്ലാം അറിയാലോ. സോ ദൈവം ആർക്കും വേണ്ടി പരീക്ഷണം നടത്തുന്നത്? ദൈവത്തിന് അറിയാം എന്താ നടക്കാൻ പോകുന്നത്, പിന്നെ എന്തിനാണ് പരീക്ഷണം നടത്തുന്നത്? വെറുതെ മനുഷ്യന്മാരും നരയിക്കുകയാണല്ലോ. ഒരു സയന്റിസ്റ്റ് പരീക്ഷണം നടത്തുന്നത് എന്തിനാണ്? അറിയാവുന്ന കാര്യം അറിയാനില്ല, അറിയാത്ത കാര്യം അറിയാനില്ല. അപ്പോൾ ദൈവം ഒന്നെങ്കിൽ ത്രികാലജ്ഞാനിയല്ല, സർവ്വജ്ഞാനിയല്ല സമ്മതിക്കേണ്ടി വരും. അപ്പോൾ ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ട് പോകും. അപ്പം നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ദൈവത്തെ അപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഇനി ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോകത്ത് ഈവിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ദൈവത്തിന് അറിയാമായിരുന്നു എന്ത് ഈവിൾ വരുമെന്ന്, റൈറ്റ്? ദൈവം ത്രികാലജ്ഞാനിയാണല്ലോ. അപ്പോൾ ദൈവം എന്തുകൊണ്ട് ഈ ഒരു പ്രപഞ്ചം ഉണ്ടാക്കി എന്ന് ആലോചിച്ച് നോക്കുക. ദൈവത്തിന് വരുന്ന കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ദൈവം മനുഷ്യനെ ഉണ്ടാക്കാൻ നേരത്തെ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും. മുൻകൂട്ടി അറിയാം, അതാണ് വിശ്വാസം, റൈറ്റ്? സ്റ്റിൽ ദൈവം ഇതുണ്ടാക്കി. എന്തുകൊണ്ട്? ഇതുപോലെയുള്ള ലോജിക്കൽ ചോദ്യം വരാൻ നേരത്ത് സാധാരണ രീതിയിലുള്ള എന്താ പറയുന്ന, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന ദൈവത്തെ വിശ്വസിക്കാനുള്ള കാരണങ്ങൾ കുറഞ്ഞു വരും. ഇപ്പം അതല്ലാതെ വേറെ പല ദൈവവും ഇപ്പം ഇപ്പോഴെന്നല്ല, പണ്ട് തൊട്ടേ ഉണ്ട്. ഇപ്പോൾ സ്പിനോസസ് ഗോഡെന്നോ അല്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞേക്കുന്ന ഒരു മായെന്നോ അങ്ങനെയൊക്കെ പറയുന്ന ദൈവസങ്കല്പമുണ്ട്. അതിനെക്കുറിച്ചല്ല ഇന്ന് സംസാരിച്ചത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, അതായത് നല്ലവനായ, സർവ്വശക്തനായ, സർവ്വജ്ഞാനിയായ, എല്ലാത്തിനും തുടക്കം കുറിച്ച, എല്ലാം എന്താ പറയുക പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ദൈവങ്ങളെക്കുറിച്ചാണ്. ഈ ലോജിക്കലി ഇതൊന്നും വാലിഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം ദൈവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ദൈവം ഉണ്ടാകാനേ പോകുന്നില്ല, ദൈവത്തിന്റെ സാധ്യത 0 ആണ് എന്നല്ല. ദൈവത്തിന്റെ സാധ്യത വളരെ കുറവാണ്. ഇതായിരുന്നു പറയാനുണ്ടായിരുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞില്ല ദൈവത്തെക്കുറിച്ച്. ഒരു നല്ല ഒരു കഥയിലൂടെ നിർത്തിയേക്കാം. അപ്പം നിക്കോസ് കസാന്താക്കീസ് എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്. പുള്ളി ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വിശേഷമുണ്ട്. പുള്ളിയുടെ കഥയിൽ പറഞ്ഞ, ഞാൻ റീലിൽ കണ്ടതാണ്. സോ ഒരു മനുഷ്യൻ, അയാൾ ദൈവത്തെ അന്വേഷിച്ച് ഇങ്ങനെ പല നാടുകൾ തോറും അലഞ്ഞിങ്ങനെ നടക്കും. പക്ഷെ എവിടെയും ദൈവത്തെ കണ്ടെത്താൻ പറ്റുന്നില്ല. അവസാനം തളർന്ന് നിരാശനായ അവശനായി ഇയാൾ ഒരു മരത്തിന്റെ തണലിൽ പോയിരിക്കും. എന്നിട്ട് ഇയാൾ മരത്തിനോട് ഇങ്ങനെ കൈവച്ചിട്ട് ഇയാൾ മരത്തിനോട് ചോദിക്കും, മരമേ നീ എന്നോട് ദൈവത്തെക്കുറിച്ച് പറയുക. അടുത്ത വാക്യം പുള്ളി എഴുതുന്നത് അപ്പോൾ മരങ്ങൾ നിറയെ പൂക്കളുണ്ടായി എന്നാണ്. ഈ കഥയുമായിട്ട് നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഐ എം സോറി ഫോർ യു. വേറെ ഒന്നും പറയാനില്ല. ബൈ.